നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. നടനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ അഖിൽ എന്നാടിയുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ഒരു ആഴ്ചയായി വലിയ ചർച്ചകളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇത് കേരളം വിട്ട് അങ്ങ് തമിഴ്നാട് വരെ വലിയ ചർച്ചയായി മാറിയ ഒന്ന് തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് തണുത്തു വരികയായിരുന്നു. ഇന്ന് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം അഖിൽ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ തിരിച്ചു വന്ന് ഒരു വീഡിയോയും ഇട്ടിരുന്നു. ആ കംബാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. അഖിൽ ഈ തിരിച്ചുവരവ് പല ആളുകൾക്കും ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കുവാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് എന്നായിരുന്നു എല്ലാവരും ഇതിനെക്കുറിച്ച് പങ്കുവച്ചിരുന്ന കുറിപ്പുകളും. ജീവിതത്തിലെ ഏറ്റവും നല്ല തിരിച്ചുവരവ് ആണ് ഇതെന്നും പലരും കുറിച്ചിരുന്നു. ഈ അവസ്ഥയിൽ നിന്നിട്ട് നമ്മൾ എന്താണോ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുക എന്നത് തന്നെ വലിയൊരു കാര്യമാണ് എന്നുള്ള ഒരു മൈൻഡിൽ തിരിച്ചു വരുന്നത് പലർക്കും ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കുവാൻ പറ്റുന്ന കാര്യങ്ങൾ ഒക്കെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അഖിലെ വീഡിയോയിലോട്ടൊക്കെ തിരിച്ചു വന്നു. അങ്ങനെ എല്ലാം നോർമലായിട്ട് അഖിൽ എത്തുവാൻ ശ്രമിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം മുൻ ബിഗ് ബോസ് താരവും ഇൻഫ്ലുവൻസറുമായ ഏഞ്ചലിൻ മരിയ മുൻപ് തനിക്കുണ്ടായിരുന്ന ദുരനുഭവം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അഖിലിന്റെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ഇടെയാണ് തന്റെ മാനസികാരോഗ്യ അവസ്ഥയെ അഖിൽ പരിഹസിച്ചതിനെ കുറിച്ച് ഏഞ്ചലിന് പ്രതികരണവുമായി എത്തിയിട്ടുള്ളത്. അഖിൽ എന്നാടിയുടെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബറും ഫോളോവറുമായിരുന്നു താനെന്നും തന്റെ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിനെയും മൈസോഫോബിയയെയും അതായത് അഴുക്കിനോടും അണുക്കളോടുമുള്ള അമിതമായ ഭയത്തെയും പരിഹസിച്ചുള്ള വീഡിയോ കണ്ടത് വലിയ മാനസിക വിഷമം ഉണ്ടാക്കിയെന്നും ഏഞ്ചലിന കൂട്ടിച്ചേർക്കുന്നുണ്ട്. 2019 മുതൽ താൻ ഇതിനായി ചികിത്സയിലാണെന്നും ആ വീഡിയോ കണ്ട ശേഷം ഉറങ്ങാൻ പോലും കഴിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു താനെന്നും അവർ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ഏഞ്ചലിൻ മരിയ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു: നിരവധി കണ്ടന്റ് ക്രിയേറ്റർ പല രീതിയിലുള്ള ട്രോളുകളും ചെയ്യുന്നുണ്ട്. അത് കാണുകയും ഞാൻ ആസ്വദിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ നിങ്ങൾ ചെയ്തത് കടുത്ത ക്രൂരതയായിരുന്നു. താൻ മാത്രമല്ല, OCD മൂലം പ്രയാസപ്പെടുന്ന നിരവധി ആളുകളുണ്ട്. മരുന്നുകളും കുത്തിവയ്പ്പുകളും സ്വന്തം ജീവിതത്തോട് പൊരുതി മുന്നേറുവാൻ അവർ ഏറെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. ഒരാളുടെ ആരോഗ്യ അവസ്ഥയെ, മാനസികവും ശാരീരികവുമായ അവസ്ഥയെ വിറ്റ് കാശുണ്ടാക്കുമ്പോൾ ഓർക്കുക, നാളെ നിന്റെ മോശം അവസ്ഥയെ വെച്ച് മറ്റുള്ളവരും കാശുണ്ടാക്കും എന്നത്. ജീവിതത്തിൽ കുറച്ചെങ്കിലും തിരിച്ചറിവുകൾ ഉണ്ടാകണം ബ്രോ. ഞാൻ യൂട്യൂബർ, കണ്ടന്റ് ക്രിയേറ്ററോ അഖിൽ എന്നാടിയുടെ ഒരു സബ്സ്ക്രൈബറും ഇൻസ്റ്റഗ്രാം ഫോളോവറുമായിരുന്നു. എന്നെ കുറിച്ച് അദ്ദേഹം യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോ കാണുന്നത് വരെ അദ്ദേഹത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ വീഡിയോയിൽ ഒരൊറ്റ കാര്യമൊഴികെ ബാക്കിയുള്ള എല്ലാം ഞാൻ ആസ്വദിച്ചിരുന്നു. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, ഇതിനെക്കുറിച്ച് ഗൂഗിളിൽ തിരഞ്ഞു നോക്കുക. 2019 മുതൽ ഞാൻ ഇതിനായി ചികിത്സയിലാണ്. എന്നെ പോലെ തന്നെ സമാനമായ ലക്ഷക്കണക്കിന് ആളുകളുമുണ്ട്. പ്രത്യേകിച്ച് മൈസോഫോബിയ, അഴുക്കിനോടുള്ള ഭയമുള്ള അമിത ഭയം, നിരവധി OCD രോഗികളുണ്ട്. ഒരു കണ്ടന്റ് ഉണ്ടാകുന്നത് ശരിയാണ്, എന്നാൽ ഒരാളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നത് നല്ല കാര്യമില്ല. അത് ക്രൂരതയാണ്. ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഉറങ്ങാൻ പോലും പ്രയാസപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ കാരണം ഞാൻ വൈകാരികമായി കടുത്ത വേദനയിലൂടെയാണ് കടന്നുപോയത്. ആ ഘട്ടത്തിൽ ഞാൻ കർമ്മയിൽ വിശ്വസിച്ചിരുന്നു. അതെ, എന്നെങ്കിലും നിങ്ങൾ എന്നെ പോലെ ഇതേ ഘട്ടത്തിലൂടെ കടന്നു പോകുമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. സാഹചര്യം എന്തായാലും ഈ അടുത്ത ദിവസങ്ങളിൽ നിന്ന് വൈകാരികമായി തകർന്നിരിക്കുകയാണ് താനെന്ന് ഞാൻ അറിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ കാരണം ഞാൻ അനുഭവിച്ചത് തന്നെയാണ് ഇത്. ഇതാണ് കർമ്മ. കടലിലേക്ക് ഒരു കല്ലെറിയുമ്പോൾ ആ കല്ല് എത്ര ആഴത്തിലേക്ക് താഴ്ന്നു പോകും, അതെങ്ങനെ പതിക്കുമെന്ന് നിങ്ങൾക്ക് അറിയില്ല. അത്തരം കണ്ടന്റുകൾ ഉണ്ടാക്കുന്നതിന് മുൻപ് ദയവായി ചിന്തിക്കുക. ഞാൻ അഖിലിന്റെ Xോ Yയോ ഒന്നുമല്ല. എന്റെ സ്റ്റോറി കൃത്യമായി വായിച്ചു നോക്കുക. ഞാൻ അയാൾക്കെതിരെ ഒരു മോശവും ചെയ്തിട്ടില്ല. അയാളുടെ കർമ്മയാണ് ഇത് എന്നായിരുന്നു ഏഞ്ചലിൻ മരിയ കുറിച്ചത്. ഈ പോസ്റ്റിന് പിന്നാലെ തനിക്ക് വന്ന സൈബർ അധിക്ഷേപത്തിന്റെ സ്ക്രീൻഷോട്ടും ഏഞ്ചലിൻ പങ്കുവെക്കുന്നുണ്ട്. ഉളുപ്പില്ലേ നിങ്ങൾക്ക് എന്ന് ചോദിച്ച ഫേസ്ബുക്ക് അക്കൗണ്ട് കടുത്ത ഭാഷയിലാണ് താരം മറുപടി നൽകിയിട്ടുള്ളത്. ബ്രോ, ആദ്യം പുള്ളിയോട് പോയി പറ, ലേശം ഉളുപ്പുണ്ടെങ്കിൽ ആ വീഡിയോയിലൂടെ കിട്ടിയ വരുമാനം പാവങ്ങൾക്ക് കൊടുക്കുവാൻ, എന്നിട്ട് അത് റിമൂവ് ചെയ്യാൻ. മനസ്സിലായോ? ഫേക്ക് അക്കൗണ്ട് എന്നായിരുന്നു ഏഞ്ചലിന്റെ വാക്കുകൾ. അന്യരുടെ വ്യക്തിജീവിതത്തെയും ആരോഗ്യ പ്രശ്നങ്ങളെയും കേവലം വ്യൂസും വരുമാനത്തിനും വേണ്ടി ട്രോളുകൾ ചെയ്യുന്ന രീതിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ് ഈ സംഭവം വഴിവെച്ചിരിക്കുന്നത്. പണ്ട് ഏഞ്ചലീന ബിഗ് ബോസിൽ പോയി മത്സരിച്ചിരുന്ന സമയത്ത് അഖിൽ എന്നാടിയും ടീമും
ഇടിബോസ് എന്ന് പറഞ്ഞ് ഒരു സ്പൂഫ് പ്രോഗ്രാം ഇട്ടിരുന്നു. ഈ പരിപാടിയിൽ വെച്ച് തന്നെയായിരുന്നു ഞാൻ അനുഭവിക്കുന്ന OCD എന്ന മെന്റൽ കണ്ടീഷനെയും അഖിൽ എന്നാടി കളിയാക്കുന്നു എന്നതായിരുന്നു ഏഞ്ചലീന പറയുന്നത്. എത്രയോ മനുഷ്യന്മാർ അനുഭവിക്കുന്ന പ്രശ്നമാണ് ഈ OCD എന്ന് പറയുന്നത്. ഇത് വെച്ച് അവൻ കളിയാക്കി കണ്ടന്റ് ഉണ്ടാക്കി. അത് അന്ന് എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. പക്ഷെ ഇപ്പോൾ അവന്റെ ഭാര്യ ഒളിച്ചോടി അത് വെച്ച് ഇപ്പോൾ ഒരുപാട് ആളുകൾ കണ്ടന്റ് ഉണ്ടാക്കുന്നു. ഇതാണ് കർമ്മ എന്നൊക്കെ പറയുന്നത്. ഇവർ ഇങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില ഇൻസ്റ്റഗ്രാം സ്റ്റോറികളിലൂടെയാണ് ഏഞ്ചലീന ആദ്യമായി രംഗത്ത് വന്നത്. പക്ഷെ ഇത്രയും നാളുകൾക്ക് ശേഷം ആ കളിയാക്കിയത് തനിക്ക് വിഷമുണ്ടാക്കി എന്ന് പറഞ്ഞ് അഖിലിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ ചൂഷണം ചെയ്യരുതായിരുന്നു എന്നായിരുന്നു കൂടുതലും പേരും വിമർശിക്കുന്നത്. ആ വീഡിയോ അന്ന് അത് സംഭവിച്ച സമയത്ത് കണ്ടിരുന്നതല്ലേ? അങ്ങനെ സങ്കടവും വേദനയും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അപ്പോഴല്ലേ പറയേണ്ടിയിരുന്നത്, അല്ലാതെ ഇപ്പോൾ ഇത് ഈ അവസരത്തിൽ കുത്തിപ്പൊക്കുന്നത് എന്തായാലും എന്ത് തന്നെ പറഞ്ഞാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുകയില്ല. ഇത് ഇപ്പോൾ വ്യൂവർഷിപ്പ് കൂട്ടുവാൻ വേണ്ട കളിയാണ് എന്ന് തന്നെയാണ് പറയാൻ കഴിയുകയുള്ളൂ എന്നും വിമർശകർ പറയുന്നുണ്ട്. അഖിൽ എന്നാർഡിയുടെ കൂടെ വീഡിയോകൾക്ക് ഇത്തരത്തിൽ കോമഡി സ്കിറ്റുകൾ ചെയ്തിരുന്ന ഒരാളാണ് അരുൺ എന്നാർഡി. ഇത്തരത്തിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്ററും ഒക്കെ ഭാഗമാകാറുള്ള അരുൺ എന്നാർഡി ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ച് ഒരു കമന്റ് ഇട്ടിരിക്കുകയാണ്. ക്ലാരിഫിക്കേഷൻ ടു യുവർ വീഡിയോ. സത്യത്തിൽ ഏഞ്ചൽ പറയുന്ന കാര്യവുമായി അഖിലിന് വലിയ ബന്ധമില്ല. ബിഗ് ബോസ് സീസൺ 5 ആദ്യ 2 ആഴ്ച ഏഞ്ചലും പങ്കെടുത്തിരുന്നല്ലോ. അതിന്റെ സ്പൂഫ് അഖിലിന്റെ യൂട്യൂബ് ചാനലിൽ ഞാനാണ് ചെയ്തത്. അതിന്റെ കോണ്ടന്റ് അഖിൽ പൂർണ്ണമായും അറിഞ്ഞത് പോലുമില്ല. കഴിഞ്ഞ 5 വർഷമായി ഞാൻ ആ ചാനലിൽ ലോങ് വീഡിയോ സെക്ഷനിൽ കണ്ടന്റുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. ബിഗ് ബോസ് റിലേറ്റഡ് കോണ്ടന്റ് ആണ് ഞാൻ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ ചെയ്യാറുള്ളത്. അന്ന് ഏഞ്ചലിൻ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് പോലെ ചെയ്യുന്നത് കണ്ടന്റ് എല്ലാ ട്രോൾ പേജുകളിലും വന്നിരുന്ന കാര്യമായിരുന്നു. പുള്ളിക്കാരി അകത്തുണ്ടായിരുന്ന ടൈമിൽ നല്ല പോലെ ട്രോളുകൾ കിട്ടിയിരുന്നു. ബിഗ് ബോസ് കോണ്ടന്റ് എടുക്കുന്ന റോസ്റ്റഡ് ആൻഡ് കോമഡി ഉദ്ദേശിച്ചതായിരുന്നു. അന്നത് കുറെ ട്രോൾ പേജുകളിലും വന്നിരുന്നതാണ്. പുള്ളിക്കാരിക്ക് അങ്ങനെ ഇഷ്യൂ ഉണ്ടെന്ന് അപ്പോൾ അറിഞ്ഞതേയില്ല. ഏതെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ അപ്പോൾ തന്നെ ആ പോർഷൻ നീക്കിയേനെ. പിന്നെ ഏഞ്ചലിൻ ഫേക്ക് കളിക്കുകയാണ് എന്ന് ബിഗ് ബോസിൽ തന്നെ എല്ലാവരും പറഞ്ഞിരുന്ന കാര്യമാണ്. ഹോട്ട്സ്റ്റാറിൽ കോണ്ടന്റ് ആയി വന്നതും അങ്ങനെ തന്നെയായിരുന്നു. ഒരാളെ മാത്രമല്ല, അതിൽ എല്ലാവരെയും അവർ ചെയ്യുന്നത് വെച്ച് കോമഡി ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ആ സീസൺ സ്ക്രിപ്റ്റ് വരെ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് കുറെ ഓടുകയും ചെയ്തിരുന്നു. എന്ന് സംസാരിച്ചു തീരാവുന്ന ഇഷ്യൂവേ ഇതിനെക്കുറിച്ച് ഉണ്ടായിരുന്നുള്ളൂ. ഇതിനെ ഇങ്ങനെയാക്കേണ്ട ആവശ്യമില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ കമന്റ്.